ഹലോ, എന്തൊക്കെയുണ്ട്? ഹാപ്പി അല്ലേ? ഡിസംബറിലെ ഒരു പ്രധാന ദിവസത്തിൻ്റെ ഓർമ്മയാണ് ഇത്രയും ലേറ്റായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ ലിറ്റിൽ ക്യൂട്ട് ലൈക്കിന് ലിറ്റിൽ ക്യൂട്ട് പർച്ചേസിങ്ങിനാണ് യാത്ര. ബിക്കോസ് December 4th ഹിസ് ബർത്ത്ഡേ. ടോയ്സ് ഷോപ്പിലെത്തിയാൽ കുഞ്ഞു പെണ്ണ് ഓണാണ്. നമ്മുടെ ബിന്ദു ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ ദൈവങ്ങളെ ഞാൻ എന്തൊക്കെയോ എടുക്കുക ദാറ്റ് മോഡ്. ഇതിനിടയിൽ പ്രധാന ആളുകൾ മിസ്സിംഗ് ആയിരുന്നു, ഉപ്പച്ചിയും മോനും. അവരവരുടെ വന്ന കാര്യം മറന്ന് ഷോപ്പിംഗ് തുടങ്ങി. എനിക്ക് തോന്നുന്നു മോനേക്കാൾ ഇൻട്രസ്റ്റ് ഉപ്പച്ചിക്കാണെന്ന്. ദെൻ സ്വീറ്റ്സും ടോയ്സും ഒക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. ക്രിസ്മസ് ന്യൂ ഇയർ ഡെക്കറേഷൻ നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഇത് ഡിസംബർ വിശേഷമാണെന്ന്. വീഡിയോ എഡിറ്റിംഗ് ചില്ലറ പണിയൊന്നുമല്ലപ്പാ. ബട്ട് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ ഫുള്ളും കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ജീവിതത്തിൽ മറന്നുപോയേക്കാവുന്ന നല്ല നല്ല നിമിഷങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിക്കാലോ. ഡയറി മിൽക്ക് സിൽക്കിന് ശേഷം ഞങ്ങൾ എത്തിയത് റോയൽ സിക്സിലാണ്. ഇവിടെ ബോയ് സെക്ഷൻ ഉണ്ട്, ഗേൾ സെക്ഷൻ ഉണ്ട്, ബട്ട് വി നീഡ് ബേബി സെക്ഷൻ. ലായ്ക്കിനുള്ള പർച്ചേസ് കഴിഞ്ഞ് ഇക്ക പർച്ചേസിന് ഇറങ്ങിയപ്പോൾ ഞങ്ങളൊരു സെൽഫി ഒക്കെ എടുക്കാമെന്ന് കരുതി. എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. ടുഡേ December 4 ബർത്ത്ഡേ ഓഫ് ലൈക്ക് ബീൻ ഫൈൽസ്. നൈറ്റ് ആയിരുന്നു ഫംഗ്ഷൻ. രാത്രി യാത്ര ഈസ് മൈ ഫേവറേറ്റ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തകൃതിയായ ഒരുക്കങ്ങളിലായിരുന്നു എല്ലാവരും. സിമ്പിൾ ആൻഡ് ഹംബിൾ ഡെക്കറേഷൻ ആയിരുന്നു വിത്ത് ബീച്ച് ക്രീം ടീ. ഐ ഫെൽറ്റ് ആൻ അസ്തറ്റിക് വൈബ്. ഫാമിലി ഫോട്ടോ ഫ്രെയിമിൻ്റെ കൂടെ ലിറ്റിൽ ഐക്കോന്റെ ലിറ്റിൽ ഫീറ്റ് വെച്ച് അനിയത്തി ക്രിയേറ്റ് ചെയ്ത ഫ്രെയിമും ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട്. ദ ഡെക്കറേഷൻ വാസ് സോ നൈസ്, എ കാം ഫീൽ. ബട്ട് ഈ കാം ഫീലിന് ഒട്ടും മേച്ചല്ലാത്തതാണ് ഞങ്ങളുടെ സ്വഭാവം. ബിക്കോസ് ദീസ് ആർ മൈ കൊണിച്ചി പാത്തുമാസ്. ഇവർക്കൊപ്പം എത്തിയാൽ ഞാനല്ലാണ്ടാവും വൈബോസ്കി ആവും. വൈബോസ്കി ഇവിടെ ആരാ എന്നെ ഫോട്ടോ പിടിക്കണേ? അങ്ങനെ ഞങ്ങളുടെ അലമ്പിന് ശേഷം കുഞ്ഞാപ്പുവിനെ കുഞ്ഞാപ്പ മയക്കാൻ നോക്കുന്നുണ്ട്. ഒന്ന് മെരിഞ്ഞു കിട്ടിയാലല്ലേ സംഗതി നടക്കൂ. ഏത് കേക്ക് കട്ടിങ്. ഞങ്ങളുടെ ക്ലാപ്പും വിഷും ആണ് മൂപ്പരാളെ സൈഡാക്കിയത്. അല്ലെങ്കിൽ കാണായിരുന്നു പുകില്. ലൈക്ക് ഇത് ഏതാ യൂണിവേഴ്സ് എന്ന നോട്ടമായിരുന്നു. ഇവന്റെ പ്രവാസി ഒപ്പിച്ച് എല്ലാം ഫോണിലൂടെ കണ്ട് ആസ്വദിച്ച് ഇനി മധുരം കൊടുക്ക ചടങ്ങാണ്. കുഞ്ഞുമ്മയും അമ്മായിയും ഉമ്മുമ്മയും ഉപ്പൂപ്പയും പിന്നെ ഞങ്ങളുടെ ഉഴം. വാശി പിടിച്ച് ഉമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞു കുട്ടികളെ ടോയ്സ് വാങ്ങി കളിക്കാറില്ലേ? അങ്ങനെ പടച്ചോനോട് വാശി പിടിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞനേറ്റിക്ക് കിട്ടിയ മുതലാണ് ലായ്ക്ക് ബിൻ ഫാരിസ്. അതിൻ്റെ പവർ അവനുണ്ട്. ബട്ട് പൊന്നാരിക്കൊരു അവനധികം കിട്ടാറില്ല. പെട്ടെന്ന് മെനങ്ങുന്ന പുള്ളിയല്ല. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് തീരാറായി. ഫംഗ്ഷന് വന്നാൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ പേർ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലായി. ദ ഫംഗ്ഷൻ വാസ് സോ നൈസ്. ഫോട്ടോ എടുക്കാന്ന് വെക്കുമ്പോഴും ഇടയിൽ കൂടുന്ന കുട്ടിപ്പട്ടാളും ഉണ്ട്. സ്നേഹം കൊണ്ടാണേ. ആൻഡ് ദിസ് ഈസ് മൈ പൂക്കി ഹന്ന പാത്തുമ്മ. ഷീ ഈസ് മൈ ഫേവറേറ്റ് വൺ. ദെൻ കേക്കൊക്കെ വേണ്ടുവോളം കഴിച്ച് കുട്ടികൾക്ക് കൊടുക്കാനെന്ന വ്യാജേന ഫുഡും കഴിച്ച് ഞാൻ കൃതജ്ഞയായി. സീനിയേഴ്സ് റാങ്കിങ്ങിന് ജൂനിയേഴ്സ് നിൽക്കുന്ന പോലെ എൻ്റെ പുയ്യാപ്ര നിൽക്കുന്നത് എൻ്റെ കസിൻസ് ടീമിൻ്റെ മുന്നിലാണ്. അങ്ങോട്ട് നോക്കിയാൽ പണിയാവും എന്നറിയുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു കഴിച്ചു. ഞങ്ങളുടെ ഭ്രാന്ത കഥകൾ ഇനിയുമുണ്ട്, പക്ഷെ സ്റ്റോറേജ് ഇല്ല. സോ ഇപ്പൊ ബൈ. ദെൻ ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.